ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലാണ്. അപ്പോൾ 2 ദിവസത്തെ ലീവ് കിട്ടിയതുകൊണ്ട് അമ്മുക്കുട്ടിയെ കൂട്ടി ഗോവ വരെ ഒന്ന് പോയി കറങ്ങാമെന്ന് വിചാരിച്ചു. കോയമ്പത്തൂർ റിസാർ സൂപ്പർഫാസ്റ്റ് AC എക്സ്പ്രസിനാണ് നമ്മൾ പോകുന്നത്. പക്ഷേ ആ വണ്ടിക്ക് കാസർഗോഡ് സ്റ്റോപ്പ് ഇല്ലാത്തതിനാൽ മംഗലാപുരത്താണ് നമ്മുടെ ടിക്കറ്റ്. ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ ജനറൽ ടിക്കറ്റാണ് എടുത്തിരിക്കുന്നത് മംഗലാപുരം വരെ പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ട്രെയിൻ വന്നു, ഞങ്ങൾ രണ്ടുപേരും കയറിയിരുന്നു. ആദ്യം വിചാരിച്ചത് ബസ്സിൽ പോവാം എന്നായിരുന്നു. പക്ഷേ ഇതൊക്കെ ആയതിനാൽ കാസർഗോഡ് ഭയങ്കര ട്രാഫിക്കാണ്. ഇതിന് ശേഷം വേറൊരു ട്രെയിൻ കൂടിയുണ്ട് മംഗലാപുരത്തേക്ക്. അത് മംഗലാപുരത്തേക്ക് മാത്രമായതിനാൽ പല സന്ദർഭങ്ങളിലും അതിനെ പിടിച്ചിടാറുണ്ട്. അതിനാൽ റിസ്ക് എടുക്കാൻ തയ്യാറായില്ല. അതുകൊണ്ടാണ് ഈ ട്രെയിനിന് കയറിയത്. കുറച്ച് നേരത്തെ മംഗലാപുരത്തെത്തും. അങ്ങനെ നമ്മൾ മംഗലാപുരം ജംഗ്ഷനിലെത്തി. ഗൈസ്, അപ്പോൾ അമ്മു അടിച്ചു വിടാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഞാനും ഒട്ടും കുറക്കുന്നില്ല, ഞാനും കട്ടക്ക് കണ്ണൂരപ്പോൾ. അങ്ങനെ നമ്മുടെ ട്രെയിൻ വന്നു. അല്പസമയം ലേറ്റാണ്. 8 മണിക്ക് വരേണ്ട വണ്ടി 8:30 വന്നത്. മിഡിൽ ബർത്ത് അമ്മുവിൻ്റെയും ലോവർ ബർത്ത് എൻ്റെയും ആയിരുന്നു. അപ്പോൾ അമ്മുവിന് ബെഡ്ഷീറ്റൊക്കെ വിരിച്ചു കൊടുത്തു. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടാവുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ തിരക്കുകളൊന്നുമില്ല. 2:30 ഈ ട്രെയിൻ ഗോവയിലേക്ക് എത്തുന്നത്. അതാ വീണ്ടും ഒരു ലേസ്. അങ്ങനെ നമ്മൾ ഒരു ബിരിയാണി പാർസൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ ഭക്ഷണം കഴിച്ചത് കൊണ്ട് എനിക്ക് തീരെ വിശക്കുന്നുണ്ടായിരുന്നില്ല. കറക്റ്റ് സമയം 2:30 ട്രെയിൻ ഗോവയിലെത്തി. ഞാൻ വിചാരിച്ചത് ട്രെയിൻ ലേറ്റ് ആവുമെന്നായിരുന്നു. പക്ഷേ ഇല്ല, സമയം ഓടിപ്പിടിച്ചു. ഇത്ര രാവിലെ നമുക്ക് എവിടെയും പോകാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു വെയിറ്റിംഗ് റൂമിൽ ഇരിക്കാമെന്ന്. അങ്ങനെ ഇവിടെ പുതിയൊരു സിസ്റ്റം എനിക്ക് കാണാൻ പറ്റി. ഞാൻ 2 വർഷം മുമ്പാണ് ഗോവയിലേക്ക് വന്നത്. അപ്പോൾ ഈ സംഭവം ഉണ്ടായിരുന്നില്ല. ഇതൊരു പെയ്ഡ് എക്സിക്യൂട്ടീവ് ലോഞ്ചാണ്. പക്ഷേ നമ്മൾ എത്തുന്നതിന് മുമ്പ് തന്നെ ഇത് ഹൗസ്ഫുൾ ആയി. ഗോവൻ റെയിൽവേ സ്റ്റേഷന്റെ ഒരു ദൃശ്യമാണിത്. അങ്ങനെ ലോഞ്ചിന് മുമ്പിൽ കുറെ പേർ വരി നിൽക്കുന്നത് കണ്ട് ഞങ്ങളും പോയി നിന്നു. 1 മണിക്കൂർ 2 മണിക്കൂറിനേക്കാണ് നമ്മളിവിടെ ബുക്ക് ചെയ്യുന്നത്. അപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ആൾക്കാർ വരുമ്പോൾ അവരുടെ സ്ഥാനത്തേക്ക് നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്ത് നമുക്കിപ്പോൾ ലോഞ്ച് ഫെസിലിറ്റീസ് കിട്ടുകയാണ്. പുണ്ണിൻ്റെ അഭിപ്രായം ഉണ്ട്. കുറേ സമയം വെയിറ്റ് ചെയ്യുന്നു. പക്ഷേ ഹൗസ്ഫുൾ. സ്ലീപ്പിംഗ് പോഡ്സ് എടുക്കാനായിരുന്നു നമ്മൾ ആദ്യം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് ഫുള്ളായതിനാൽ അത് നമ്മൾക്ക് കിട്ടിയില്ല. ഒരു 6 മണി വരെ നമ്മളിവിടെ ചെലവഴിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടുത്തെ വാഷ്റൂം ഫെസിലിറ്റീസ് ഒക്കെ അടിപൊളിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ലോഞ്ചിലിരിക്കുകയാണെങ്കിൽ എനിക്കൊരു നല്ല ഫ്രണ്ടിനെ കിട്ടി. നല്ല പോയിന്റ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എവിടെ പോയാലും ഉണ്ടാവും ഓരോരോ ഫ്രണ്ട്സ്. 2 മിനിറ്റുള്ള പരിചയം മാത്രം. പേപ്പറിൽ കാര്യമായിട്ടെന്തോ വായിക്കുന്നു എന്നാണ് ഈ പൊട്ടത്തി വിചാരിച്ചത്. പക്ഷെ ഞാൻ നോക്കിയത് അതിലെ സുഡോക്കുവും അതിലെ ചിത്രങ്ങളുമായിരുന്നു. ഉണ്ണിയുടെ ഫ്രണ്ട്സ് പോയിരിക്കുന്നു. സങ്കടത്തിലാണ് ഗൈസ്. പാവം ഗൈസ്, ഫ്രണ്ട് പോയത്. 10 രൂപയുടെ കോഫി വാങ്ങാൻ പോയ ആളിതാ 100 രൂപയുടെ കോഫിയുമായിട്ടാണ് തിരിച്ചു വന്നത്. സമയം ഏകദേശം 6 മണി കഴിഞ്ഞു. ലോഞ്ചൊക്കെ ചെക്കൗട്ട് ചെയ്ത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന കുറെ പേരൊക്കെ ട്രെയിനിൽ കയറിപ്പോയി. അങ്ങനെ എസ്കലേറ്റർ വഴി മുകളിലേക്ക്. റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്തൊരു മലയാളി റെസ്റ്റോറന്റ് ഉണ്ട്. സൺഡേ ആയതിനാൽ അത് ഇത്ര രാവിലെ ഓപ്പൺ ആയിരുന്നില്ല. മദ്യപിച്ചു ബോധമില്ലാത്ത ഒരാൾ റോഡ് സൈഡിൽ കിടന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിപ്പോൾ പോകുന്നത് മഡ്ഗോൺ ടൗണിലേക്കാണ്. ഇത് ഇവിടുത്തെ ഒരു ലോക്കൽ മാർക്കറ്റാണ്. ഫ്രൂട്ട്സും വെജിറ്റബിൾസാണ് ഇവിടെ അധികം വിൽക്കുന്നത്. 1 കിലോ മാങ്ങയുടെ വില 250 രൂപയാണ്. ഗൈസ്, അപ്പോൾ നമ്മൾ മഡ്ഗോൺ ടൗണിൽ എത്തിയിരിക്കുന്നു. പക്ഷേ രാവിലെ ആയതുകൊണ്ട് തന്നെ ഒരു റെസ്റ്റോറൻറ്റും തുറന്നിട്ടില്ല. 7 മണിയാകുമ്പോഴേക്കും ഒരു റെസ്റ്റോറൻറ്റ് ഓപ്പണായി. അങ്ങനെ നമ്മൾ അതിൽ കയറി ഇരുന്നു. ഞാനൊരു പൂരി ഭാജിയും അമ്മ ഒരു പാവ് ഭാജിയുമാണ് ഓർഡർ ചെയ്തത്. അമ്മൂൻ്റെ ഉപ്പിട്ട് വന്നിരിക്കുന്നു. പാവല്ലേ? അങ്ങനെ എൻ്റെ പൂരി വന്നു. ഞാനൊരു കോഫിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഒരു ബൻസ് കൂടി ഞാൻ ഓർഡർ ചെയ്തു. അതിനുശേഷം പഞ്ചിമിലേക്ക് പോകാൻ വേണ്ടി നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ കയറി. പ്രൈവറ്റ് ബസ്സിനേക്കാളേറെ ഞാൻ പ്രിഫർ ചെയ്യുന്നത് പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ്സുകളെ ആയിരുന്നു. ഒരു തവണയെങ്കിലും ഗോവയിൽ ബസ്സിൽ യാത്ര ചെയ്തവർക്കറിയാം പ്രൈവറ്റ് ബസ്സിൻ്റെ ബുദ്ധിമുട്ട്. അങ്ങനെ രാവിലെ തന്നെ അമ്മുക്കുട്ടി അവളുടെ കലാപരിപാടി ആരംഭിച്ചു. അങ്ങനെ നമ്മൾ പഞ്ചിമിലെത്തി. കാഴ്ചകളൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് പഞ്ചിമിൽ നിന്നും കലങ്കറ്റ് വരെ പോവുകയാണ്. ഉച്ചക്ക് 12 മണിക്കാണ് റൂം ചെക്ക് ഇൻ ചെയ്യുന്നത്. ഏർലി ചെക്ക് ഇൻ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും ഗസ്റ്റ് ഉള്ളത് കാരണം നമുക്ക് നേരത്തെ ചെക്ക് ഇൻ ചെയ്യാൻ പറ്റിയില്ല.
ഇപ്പോൾ നമ്മൾ കൺട്രോളിമിലാണുള്ളത്. ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് വരാം എന്ന പ്ലാനിലാണ് നമ്മൾ വന്നത്. ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായി ബീച്ച് സൈഡും പരിസരങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ടാണ് ഇവർ സൂക്ഷിച്ചിരിക്കുന്നത്. ഈ ചെറിയ പെൺകുട്ടി ഈ കളിപ്പാട്ടം വേണമെന്ന് വാശി പിടിച്ച് കരയുമ്പോൾ എനിക്ക് എൻ്റെ പഴയ കുട്ടിക്കാലം ഓർമ്മ വന്നു. കണ്ടോളിം ബീച്ച് ഒരു സാധാരണ ബീച്ചാണ്. ഇവിടെ അങ്ങനെ കാണാൻ പ്രത്യേകിച്ചൊന്നുമില്ല. രാവിലെ ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ നമ്മുടെ റൂം റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞ് അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഓരോ കരിക്കും കുടിച്ച് നമുക്ക് നേരെ റൂമിലേക്ക് പോകാം. അങ്ങനെ നമ്മൾ ഹോട്ടലിലേക്ക് എത്തി. വാലന്റൈൻ റിട്രീറ്റ് എന്നാണ് ഈ ഹോട്ടലിന്റെ പേര്. കുറെ ചെടിച്ചട്ടികളൊക്കെ ഇങ്ങനെ അലങ്കാരമായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. അമ്മൂന് ചെടികളോടൊക്കെ ഭയങ്കര ക്രേസ് ആണ്. വീട്ടിലും ഇതുപോലെ കുറെ ചെടിച്ചട്ടികളൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ചെക്ക് ഇൻ ചെയ്ത് നമ്മൾ നേരെ റൂമിലേക്ക്. ഇതാണ് നമ്മുടെ റൂം. അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഒരു റൂമാണിത്. ചെറിയ കുഞ്ഞൻ ഫ്രിഡ്ജൊക്കെ ഉണ്ട് ഇവിടെ. വാഷ്റൂമും കാര്യങ്ങളും എല്ലാം ഓക്കെയാണ്. നമ്മളിപ്പോൾ പോകുന്നത് സ്വിമ്മിംഗ് പൂളിലേക്കാണ്. അമ്മൂന് നീന്താനൊന്നും അറിയില്ല. വീട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ അമ്മയും പപ്പയൊക്കെ പറഞ്ഞിരുന്നു ഇവളെ വെള്ളത്തിൽ ഇറക്കാൻ പാടില്ല എന്ന്. പക്ഷേ ഇവളാണെങ്കിൽ ഒറ്റ വാശി, വെള്ളത്തിൽ ഇറങ്ങിയേ തീരൂ എന്നുള്ളത്. നല്ലൊരു അടിപൊളി സ്വിമ്മിംഗ് പൂളാണ് കേട്ടോ ഇത്. വേറെ 2 പേരും കൂടി അവിടെ നിന്ന് കുളിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അമ്മൂന് ജാക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് വെള്ളത്തിൽ ഇറങ്ങാനൊരു പേടി. അമ്മൂന് ഇത്രോളം നീന്താൻ അറിയില്ല. അപ്പോൾ ആകെ 2 ട്യൂബാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ 2 ട്യൂബിൽ 2 ചേച്ചിമാർ നീന്തുന്നുണ്ട്. അപ്പോൾ അമ്മൂന് നീന്താനിതില്ല, അവർ തരുന്നില്ല. നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്ക് ഈ സാധനത്തിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന വ്യാജേന അമ്മുക്കുട്ടി കുറേ നേരം അവരെ തന്നെ ഇങ്ങനെ നോക്കി നിന്നു. ഗൈസ്, അപ്പോൾ ആ ചേച്ചി കുറേ സമയം ഇങ്ങനെ നോക്കുന്നത് ഇവളാ. അപ്പോൾ ഇവളിങ്ങനെ കരഞ്ഞ് കരഞ്ഞ് കാല് പിടിച്ച് അതിനുശേഷം അമ്മുന് ഒരു എന്താ പറയുന്നത് ഒരു ലൈഫ് ബോയ് കൊടുത്തു. അപ്പോൾ ആ ലൈഫ് ബോയ് വീട്ടിൽ ഇവിടെ ഉണ്ട്. അങ്ങനെ നമ്മൾ വലിച്ചോണ്ട് പോവാം നമുക്ക്. അയ്യോ ഗൈസ്, എന്നെ വിളിക്കണ്ട കാര്യം. സ്രാങ്കിനെ പിടിച്ച് വെള്ളത്തിലെറിഞ്ഞ ഏയ് അതിന് മുന്നേ ഞാനെടുത്ത് ചാടി. എന്താ സ്രാങ്ക് പോകുന്നുണ്ട്. സ്രാങ്ക് ഹോയ് 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 ഇങ്ങോട്ട് പോ. എന്തിനു പഠിക്കുന്നേ? ഞാൻ ഇല്ല. എന്തിനു പഠിക്കുന്നേ? ബാ. ഹോയ് 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 ഹോയ്. ആരാ ഹോയ് ഇട്ടത്? ഹോയ് 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 ഹോയ്. ലൈവ് ബോയ് ഒക്കെ ഇട്ട് വെള്ളത്തിലൂടെ ഇത്ര കോൺഫിഡൻ്റ് ആയിട്ട് നീന്താൻ സക്കീർ ഭായിക്ക് പറ്റുമോ? ബട്ട് ഷി ക്യാൻ. ഗൈസ്, അപ്പോൾ നമ്മൾ റെഡിയായി. ഫുഡ് കഴിച്ചില്ല, ഫുഡ് കഴിക്കണം. അപ്പോൾ നമ്മൾ അടുത്തത് പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം ബാഗ ബീച്ചിലേക്കാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കണ്ടോളിമിലാണ്. ഇവിടുത്തെ ബീച്ചിലാണ് നമ്മൾ നേരത്തെ പോയത്. അപ്പോൾ ബാഗ ബീച്ചിലേക്ക് നമുക്ക് പോവാം. അതിന് മുമ്പ് നമുക്ക് ഫുഡ് കഴിക്കാം. ഫുഡ് കഴിച്ചിട്ടില്ല, നല്ലോണം വിശക്കുന്നുണ്ട്. അമ്മൂനും നല്ലോണം വിശക്കുന്നുണ്ട്. അപ്പോൾ സ്വിമ്മിംഗ് പൂളിൽ നീന്തിയതുകൊണ്ട് നല്ലോണം വിശക്കാൻ തുടങ്ങി. അങ്ങനെ നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ കയറി 2 വെജ് താലി ഓർഡർ ചെയ്തു. ഇതേ കണ്ടോ, പപ്പടമൊക്കെ ഉണ്ട് കേട്ടോ. ബാഗയിലേക്ക് പോകാനായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തത്. പിന്നീട് അത് മാറ്റി നേരെ അഗോഡ ഫോർട്ടിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഒരു ടാക്സിയിൽ നമ്മൾ അഗോഡ ഫോർട്ടിലേക്ക് എത്തി. ഇവിടെ ഭയങ്കര തിരക്കാണ്. ബസ് നാളെ കാണട്ടെ ഗൈസ്. അപ്പം നമ്മൾ അഗോഡ ഫോർട്ടിലേക്ക് എത്തിയിരിക്കുന്നു. നമ്മുടെ ഇന്ത്യയുടെ പതാക പാറിപ്പറക്കുന്നതാണ് ഇവിടെ. അമ്മൂല അങ്ങനെയൊന്നും പറയാനില്ല. സെൽഫി. 1600കളിൽ പോർച്ചുഗീസുകാർ കെട്ടിയ ഒരു കോട്ടയാണിത്. എൻട്രി ഫീസ് ഇന്ത്യൻസിന് 25 രൂപയും ഫോറിനേഴ്സിന് 75 രൂപയുമാണ് ഇവിടെ. ഇതിനെ പ്രധാനമായും 2ആയിട്ടാണ് തരംതിരിച്ചിരുന്നത്. മുകളിലത്തെ ഭാഗം കോട്ടയായും താഴത്തെ ഭാഗം പോർച്ചുഗീസ് കപ്പലുകളുടെ ബർത്തിങ്ങിനും വേണ്ടിയായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഒരു കാലത്ത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ശുദ്ധജല സംഭരണി ഉണ്ടായിരുന്നത് അഗോഡ ഫോർട്ടിലായിരുന്നു. 90 ലക്ഷം ലിറ്റർ വെള്ളം വരെ ഉൾക്കൊള്ളാവുന്ന തരത്തിലുള്ള ടാങ്കുകളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. കോട്ടയുടെ മുകളിൽ നിന്നും താഴെ കടലിലേക്കുള്ള വ്യൂ അടിപൊളി. അങ്ങനെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോഴേക്കും മഴ പെയ്യാൻ തുടങ്ങി. തോമസ് ഊട്ടി വിട്ടോടാ എന്നും പറഞ്ഞ് ഞാൻ ഓടാൻ തുടങ്ങി. അല്ലെങ്കിലും ഇമാതിരി ബാഗുകളൊന്നും നമ്മളെ കൊണ്ട് പിടിക്കാൻ പറ്റില്ല. മഴ പെയ്തത് കൊണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. ശക്തമായ മഴ എന്നറിഞ്ഞ് ഞങ്ങളിതാ
കുറച്ചു നേരം റൂമിൽ റെസ്റ്റ് എടുത്തതിന് ശേഷം നമ്മളിപ്പോൾ നിൽക്കുന്നത് ബാഗ ബീച്ചിലാണ്. ഓരോ പാവും ഓരോ ഓംലെറ്റും കഴിച്ചു ഗൈസ്. അപ്പോൾ ഇവിടെ ഭയങ്കര മഴയാണ്, ഫുള്ള് ചളി. മഴ പെയ്തത് കാരണം നൈറ്റ് ലൈഫൊക്കെ ശോകമാണ്. ഓഫ് സീസൺ ആയതുകൊണ്ട് തന്നെ അധികം ആൾക്കാരൊന്നും ഇവിടെ കാണാൻ പറ്റുന്നില്ല. പോരാത്തതിന് നല്ല മഴയും. പാരാസെയിലിംഗ് പോലെയുള്ള അഡ്വഞ്ചർ ആക്ടിവിറ്റികളൊക്കെ ചെയ്യണമെന്ന പ്ലാൻ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ പാക്കേജ് എടുക്കാനുള്ള ടൈം നമുക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അതിനൊന്നും പോകാൻ പറ്റിയില്ല. അങ്ങനെ ബീച്ച് സൈഡിലെ കൂടെ തേരാപ്പാരം നടന്നതിന് ശേഷം നമ്മൾ വീണ്ടും കരയിലേക്ക് കയറി. ഇപ്പോൾ സമയം ഏകദേശം 11 മണി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ കടകളിലൊക്കെ ആൾക്കാരുണ്ട് കേട്ടോ. തിരിച്ച് ഹോട്ടലിലേക്ക് എത്തിയിരിക്കുന്നു. ഭയങ്കര മഴയാണ് പുറത്ത്. അപ്പോൾ ടാക്സി ഒന്നും കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടി. പക്ഷെ ടാക്സി കിട്ടി എന്നാലും. അപ്പോൾ അഭിപ്രായം പറയ കുഞ്ഞാ, എങ്ങനെയുണ്ട്? അടിപൊളിയാ? സൂപ്പർ. ഗൈസ്, അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്തൊക്കെയാണുള്ളതെന്ന്. ഇഡ്ഡലി, ഉപ്മാവ്, സാമ്പാർ, കോക്കനട്ട് ചട്നി എല്ലാം ഉണ്ട് കേട്ടോ. എല്ലാം നമ്മുടെ കേരള സ്റ്റൈലിലാണ് ഇവർ വെച്ചിരിക്കുന്നത്. പിന്നെ അതുകൂടാതെ ഞാൻ ഒരു ബ്രെഡ്, ബട്ടർ ആൻഡ് ജാമും കൂടി എടുത്തിട്ടുണ്ട്. അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ്. എൻ്റെ വയറ് നിറഞ്ഞു. അമ്മുക്കുട്ടിക്ക് കഴിക്കാൻ പറ്റുന്നില്ല. നമ്മൾ റൂം ചെക്കൗട്ട് ചെയ്ത് പുറത്തിറങ്ങി. സോ വി ആർ റെഡി ടു ഡിപ്പാർച്ചർ ഫ്രം ഹിയർ. അപ്പോൾ നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. 5:50 നമ്മളെ വണ്ടി. ചലോ. ഇതെല്ലാം മൊത്തം മഴയായത് കാരണം നമുക്ക് എവിടെയും പോകാൻ വേണ്ടി പറ്റിയിട്ടില്ല. ആകെ ബീച്ചിൽ മാത്രമേ പോകാൻ പറ്റിയിട്ടുള്ളൂ. പിന്നെ ഇന്ന് ചർച്ച് ഗേറ്റ് പോവാന്ന് പറയുന്നുണ്ട്. അറിയില്ല, നോക്കണം എങ്ങനെയാണോ. അപ്പം നമ്മളിപ്പോൾ പഞ്ചിമിലെത്തിയിരിക്കുന്നു. നമ്മൾ പോകുന്നത് ഓൾഡ് ലേഡി ചർച്ചിലേക്കാണ് മോളെ, അല്ലാതെ ചർച്ച് ഗേറ്റിലല്ല. ചർച്ച് ഗേറ്റിലത് മുംബൈയിലാണ്. കഴിഞ്ഞ തവണ നമ്മൾ മുംബൈയിൽ പോയപ്പാട് ചർച്ച് ഗേറ്റിൽ പോയിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ ആ ഓർമ്മ വെച്ച് അമ്മുക്കുട്ടി പറഞ്ഞതായിരിക്കാം. അങ്ങനെ ഇപ്പോൾ നമ്മൾ ഓൾഡ് ലേഡി ചർച്ചിന് മുമ്പിലെത്തി. ഏകദേശം 1600കളിൽ പോർച്ചുഗീസുകാർ നിർമ്മിച്ച ഒരു പള്ളിയാണിത്. വളരെ പഴക്കം ചെന്ന ഗോവയിലൊരു പള്ളികളിൽ ഒന്നാണിത്. ഈ പള്ളി കോമ്പൗണ്ടിന്റെ അകത്തേക്ക് പ്രവേശിക്കണമെങ്കിൽ കുറെ റൂൾസൊക്കെ നമ്മൾ പാലിക്കേണ്ടതുണ്ട്. സ്ലീവ്ലെസ് കുപ്പായം ഇട്ടവരെയും ഷോർട്സ് ഇട്ടവരെയും ഒന്നും ഇതിനകത്തേക്ക് പ്രവേശിപ്പിക്കുന്നില്ല. അതുപോലുള്ള കുറേ ആൾക്കാർ വന്ന് ഇവിടുന്ന് പുറത്തുനിന്ന് ഫോട്ടോ എടുത്ത് തിരിച്ചു പോകുന്നതാണ് നമ്മൾ ഇവിടുന്ന് കണ്ടത്. ബിഗ് ഡാഡി കസിനോ എന്നത് ഗോവയിലെ പ്രധാനപ്പെട്ട ഒരു ചൂതാട്ട കേന്ദ്രമാണ്. പക്ഷേ ഇതിന്റെ റിനോവേഷൻ നടക്കുന്നത്. പഞ്ചിമിൽ നിന്ന് മഡ്ഗോണിലേക്ക് പോകാൻ വേണ്ടി ടിക്കറ്റ് എടുത്ത് നമ്മൾ കയറിയിരുന്നു. മഡ്ഗോണിൽ നിന്നും പഞ്ചിമിലേക്ക് വരുന്ന സമയത്ത് നമ്മളോട് 100 രൂപയാണ് അവർ ടിക്കറ്റ് ചാർജ് ഈടാക്കിയത്. പക്ഷേ പഞ്ചിമിൽ നിന്നും ഇപ്പോൾ തിരിച്ച് മഡ്ഗോണിലേക്ക് പോകുന്ന സമയത്ത് 50 രൂപയെ ടിക്കറ്റ് എടുത്തുള്ളൂ അവർ. അപ്പോൾ ഞാൻ അമ്മോട് പറഞ്ഞു നമ്മുടെ പരിചിതമായത് കൊണ്ടാവണം 50 രൂപയെ അവർ ടിക്കറ്റ് ചാർജ് എടുത്തുള്ളൂ എന്ന്. ഈ മണ്ടത്തി അതും വിശ്വസിച്ചു. അപ്പം നമ്മൾ മഡ്ഗോൺ ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയിരിക്കുന്നു. ഫ്രണ്ട്സ്, എന്തോ കാര്യമായിട്ട് വേഗം എടുക്കുന്നുണ്ട്. ക്രീം ഫുള്ള് തീർത്തു ഗൈസ്. ഇന്നലെ വാങ്ങിച്ച ക്രീം ഒളിപ്പിച്ചേക്ക് നോക്കുക. ഫസ്റ്റ് ആയിട്ട് നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ അങ്ങനെയെല്ലാം വരും. എനിക്ക് നല്ല വിശപ്പുണ്ട്. നമുക്ക് അപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാം. ഇന്നലെ വരെ നല്ല മഴയായിരുന്നു ഗോവയിൽ. ഇന്ന് മഴയേ ഇല്ല. ഇന്ന് നല്ല വെയിൽ. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത ഫിഷ് താലി വന്നിട്ടുണ്ട്. അതും കഴിച്ച് നമ്മൾ നേരെ ട്രെൻഡ്സിൽ പോയി കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. നമ്മളിപ്പോൾ നിൽക്കുന്നത് റെയിൽവേ സ്റ്റേഷനിലാണ്. സംശയം തോന്നിക്കഴിഞ്ഞാൽ പോലീസുകാർ നമ്മുടെ ബാഗൊക്കെ പരിശോധിക്കും. കാരണം ഗോവയിൽ നിന്നും നമുക്ക് നാട്ടിലേക്ക് മദ്യം കൊണ്ടുപോകാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ നാട്ടിലേക്ക് പോകാൻ വേണ്ടി വണ്ടിയിൽ കയറി ഗൈസ്. പക്ഷേ നമുക്കിപ്പോൾ സ്ലീപ്പർ ടിക്കറ്റാണ് കിട്ടിയിരിക്കുന്നത്. AC ഒക്കെ ഫുള്ളായതിനാൽ സ്ലീപ്പർ ടിക്കറ്റാണ് അവസാനം എനിക്ക് എടുക്കേണ്ടി വന്നത്. ഗോവയിൽ നിന്നും കാസർഗോഡേക്ക് ആകെ 7 മണിക്കൂർ ദൂരം മാത്രമേ ഉള്ളൂ. ചില ട്രെയിനുകളാണെങ്കിൽ 6.5 മണിക്കൂറിൽ ഓടിയെത്തും. നമുക്ക് 2 വിൻഡോ സീറ്റാണ് കിട്ടിയിരുന്നത്. പുറത്തെ കാഴ്ചകളൊക്കെ ആസ്വദിച്ചുകൊണ്ട് ഞാനും അമ്മുക്കുട്ടിയും എന്തോ ചളി പറഞ്ഞു. ബാക്കിയുള്ള ജംസ് ഒക്കെ വീട്ടിലെത്തുന്നതിന് മുമ്പ് തീർക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അമ്മുക്കുട്ടി ഇവിടെ ഇരിക്കുന്നത്. ട്രെയിനിൽ വെച്ച് കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ നമ്മൾ പരിചയപ്പെട്ടു. വെജ് മീൽസാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രാത്രി 12:30 മണിയാകുമ്പോഴേക്കും കാസർഗോഡ് വണ്ടി എത്തി ഗൈസ്. അപ്പോൾ നമ്മൾ ഇനി നേരെ പോകുന്നത് വീട്ടിലേക്കാണ്.
ഇനിയിപ്പോൾ അനിയനെയും പപ്പേനെയും വിളിക്കാൻ നിന്നിട്ടില്ല. നമ്മൊരു റിക്ഷ പിടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോവാണ്. ഇവിടെ നിന്ന് ആകെ 10 മിനിറ്റ് ദൂരം മാത്രമേ നമ്മുടെ വീട്ടിലേക്കുള്ളൂ. ഇപ്പോഴേ ഞാൻ അമ്മുക്കുട്ടിയോട് പറഞ്ഞു, നാളെ രാവിലെ എന്നെ വിളിക്കണ്ട, 10-12 മണി വരെ ഞാൻ കിടന്നുറങ്ങും, നിനക്ക് നാളെ ബാങ്ക് ഉണ്ട്, നീ വേണമെങ്കിൽ ബസ്സിന് പോയിക്കോ, നാളെ ഞാൻ കൊണ്ടാക്കില്ല എന്ന്.